ഹലോ ഹലോ മക്കളെ, ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തായ് ഗ്രീൻ കറിയാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമല്ലേ തായ് ഗ്രീൻ ചിക്കൻ കറി, തായ് ഗ്രീൻ വെജ് കറി എന്നൊക്കെ പറഞ്ഞ് എത്ര പേരാണ് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നത്. വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇത്രയും ദിവസം എനിക്ക് ഇടാൻ പറ്റിയില്ല, ബിസി ആയിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് തായ് ഗ്രീൻ പേസ്റ്റോട് കൂടിയിട്ട്, അതായത് വീട്ടിലെങ്ങനെയാണ് പേസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ സ്ക്രാച്ചാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. ഇതാണ് ലെമൺ ഗ്രാസ്. ഈ ലെമൺ ഗ്രാസ് എന്ന് പറയുന്നതിന് ഭയങ്കരമായിട്ട് തായിൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിനെ നമ്മൾ ഹാർഡ് പാർട്ട് ഒന്ന് മുറിച്ച് കളയാം, മുകളിലത്തെ, എന്നിട്ട് ഒന്ന് ഉള്ളിലത്തെ സംഭവം ഇതേപോലെ നമുക്ക് എടുത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള ഭാഗം മാത്രമേ അതിൻ്റെ തണ്ടിൻ്റെ താഴെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ഭയങ്കര ഹാർഡായിരിക്കും. അതൊക്കെ നമുക്ക് സൂപ്പിൽ വേണമെങ്കിൽ ഇടാം കേട്ടോളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ മുറിച്ചെടുത്തിട്ട് ഒരു എന്തെങ്കിലും ഒരു ഇത് കൊണ്ട് നന്നായിട്ടൊന്ന് അടിക്കുക. അപ്പോൾ ആ ലെമൺ ഗ്രാസിൻ്റെ ഉള്ളിലത്തെ ആ ഓയിലില്ലേ, അത് റിലീസാവും. എന്നിട്ട് പൊടി പൊടിയായിട്ടുള്ള രീതിയിൽ മുറിച്ചെടുക്കാം. ഇനി വേണ്ടത് നാരകത്തിൻ്റെ ഇലയാണ്, ലെമൺ ലീവ്സ്. ഓക്കെ, അതും ഇതേപോലെ അതിൻ്റെ ഞെട്ട് അതിൻ്റെ നാര എടുത്ത് കളഞ്ഞതിന് ശേഷം ചോപ്പ് ചെയ്യുക, കുരുകുരയെന്നുള്ള രീതിയിൽ ചോപ്പ് ചെയ്യുക. ഈ ഒരു എന്താണ് പറയുക, ഒരുപാട് പേരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തായ് ഗ്രീൻ പേസ്റ്റ് നമ്മൾ സ്റ്റോറിൽ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുമാതിരി മണം വരണു എന്ന് പറയാറുണ്ട്. അതൊന്നും ഉണ്ടാവില്ല, നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാം. ഇപ്പം ഞാൻ കാണിച്ചതാണ് തായ് ജിഞ്ചർ. അതിൻ്റെ പേരാണ് ഗലാങ്കൽ എന്ന് പറയുന്നത്. നമ്മുടെ ഇഞ്ചിയെ പോലെ തന്നെ, അതായത് മണവും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, കുറച്ച് ടെക്സ്ചറും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റെ തൊലി കുറച്ച് ഇതാണ്, അതും കൂടിയിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കുക. പിന്നെ വേണ്ടത് ഒരു 4-5 പച്ചമുളക്. പിന്നെ വേണ്ടത് ബേസിലാണ്. ബേസിൽ എന്ന് പറയുന്നത് ഒരു എന്താണ് പറയുക, ഇതിൽ യൂസ് ചെയ്യുന്ന ഒരു ലീഫാണ്. തുളസി എന്ന, ബേസിൽ ഇസ് എ തുളസി. അപ്പോൾ അതും യൂസ് ചെയ്യണം. അതുമാത്രമല്ല കുറച്ച് കൊറിയാൻഡർ ലീഫ്. പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളി. ഇതെല്ലാം തന്നെ നമ്മൾ മിക്സിയിലിട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ അരയ്ക്കാൻ പോവാണ്. ശരി, ഇനി ഇതൊക്കെ കിട്ടുമോ? എല്ലാ വലിയ സൂപ്പർ മാർക്കറ്റിലും ഇതെല്ലാം കിട്ടും. ബേസിലായാലും അതേമാതിരി തന്നെ ഗലാങ്കലായാലും എല്ലാം നമുക്ക് കിട്ടും. ഒരു തായ് ഫ്ലേവർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അതും ഒറിജിനലായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ഇതിലൊരു കോംപ്രമൈസ് പറ്റില്ല. ഓക്കെ, ഇനി ഇതിലേക്ക് കുറച്ച് ഒരു സ്പൂണോളം മല്ലിപ്പൊടി, 1/2 സ്പൂണോളം ജീരകം പൊടിച്ചത്, ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മളൊന്ന് അരച്ചെടുത്താൽ നമ്മൾ വീട്ടിൽ തന്നെ തായ് ഗ്രീൻ കറിയുടെ പേസ്റ്റ് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം, ഫ്രീസറിൽ വെക്കാം, ഫ്രിഡ്ജിൽ വെക്കാം, നോ പ്രോബ്ലം, കേടുവരില്ല. ഒരു 1 to 1.5 months ധാരാളമായിട്ട് വെക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് തായ് ഗ്രീൻ ചിക്കൻ കറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു മുട്ട, അതിലേക്ക് വേണ്ട അളവിന് ഉപ്പ്, ചിക്കന് വേണ്ട അളവിന് ഉപ്പ്, അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് കോൺഫ്ലവർ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 hours നമ്മൾ വെക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എണ്ണയിൽ ഇതിനെ ബ്രൗൺ കളറാക്കി എടുക്കുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ എന്താണ് പറയുക, ഇപ്പോൾ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രോസസ്സ് നമ്മൾ സ്കിപ്പ് ചെയ്യുക, അത്ര തന്നെ. ഇനി നമ്മൾ എണ്ണ ഒഴിക്കുക. എണ്ണ എന്ന് പറയുന്നത് നോർമൽ കുക്കിംഗ് ഓയിലാണ്. അതിലേക്ക് ഒഴിച്ചിട്ട് ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ബ്രൗൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനി നമ്മൾ ചിക്കൻ കറി ആണെങ്കിലും അതിൽ വെജിറ്റബിൾസ് ഉണ്ടാവും. ഞാൻ പിന്നെ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് എല്ലാ വെജിറ്റബിൾസും എടുത്തിട്ടുണ്ട്. അതായത് എടുക്കേണ്ട വെജിറ്റബിൾസ്: ക്യാപ്സിക്കം 3 കളറ്, ബേബി കോൺ, ബ്രൊക്കോലി, അതേമാതിരി തന്നെ സ്നോ പീസ്, അതേമാതിരി തന്നെ മഷ്റൂം, ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചിക്കൻ നന്നായിട്ട് ബ്രൗൺ കളറാക്കി എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കറിയിൽ അത് സെപ്പറേറ്റ് ആയിട്ട് കിടക്കില്ല, അതോടുകൂടിയിട്ട് അലിഞ്ഞു പോവും, അത് നന്നായിരിക്കില്ല. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ, ഓക്കെ, നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ, തായ് കോക്കനട്ട് മിൽക്ക് എന്ന് പറഞ്ഞ് കിട്ടും. ആ കോക്കനട്ട് മിൽക്കിന് ഒരു ടിന്നെടുത്തിട്ട് ഒഴിക്കുക. അതേ പാനിൽ തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് തിളച്ചു എന്ന് കാണുന്ന സമയത്ത് ഈ തായ് ഗ്രീൻ പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാവർക്കും പറ്റുന്ന തെറ്റെന്താണെന്ന് വെച്ചാൽ, തായ് ഗ്രീൻ പേസ്റ്റ് എടുക്കുന്നു, കോക്കനട്ട് മിൽക്കിൽ മിക്സ് ചെയ്യുന്നു, പച്ചക്കറികളൊക്കെ ഇടുന്നു, അതിനെ തിളപ്പിക്കുന്നു, തായ് ഗ്രീൻ കറി. നോ, തായ് ഗ്രീൻ കറിയുടെ എക്സാക്റ്റ് ഫ്ലേവർ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കുള്ള കുക്കിംഗ്, അതായത് റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ എന്ത് ടേസ്റ്റാണ്, റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് തായ് ഗ്രീൻ കറിയുടെ പേസ്റ്റ് ഫ്രഷായിട്ട് അരച്ച് തേങ്ങാപ്പാലിൽ അതിനെ ഞങ്ങൾ ആദ്യം കുറുക്കിയെടുക്കും.
കുറുക്കിയെടുത്ത് അതിന്ന് ആ എണ്ണ പുറത്തേക്ക് വന്ന് ആ തായ് ഗ്രീൻ കറിയുടെ ആ കറി പേസ്റ്റ് അതിൽ കിടന്ന് കുക്കായി ആ കോക്കനട്ട് മിൽക്കിൽ നിന്ന് വരുന്ന എണ്ണ റിലീസായി കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ ഈ പേസ്റ്റിനെ എടുത്തു വെച്ചിട്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് റെസ്റ്റോറൻറ്റ്സിൽ നമ്മൾ ആ തായ് ഗ്രീൻ കറി പേസ്റ്റിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഓൾറെഡി തന്നെ നമ്മൾ ചെയ്തു വെക്കുന്ന ഒരു പ്രോസസ്സാണ് റെസ്റ്റോറൻറ്റ്സിൽ. എന്നിട്ടാണ് നിങ്ങളുടെ ഓർഡർ പ്രകാരം നമ്മൾ ചെയ്തു തരുന്നത്. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വീണ്ടും തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. തിക്ക് തേങ്ങാപ്പാലാണ്. അത് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിനി കുറച്ച് ഫിഷ് സോസ് യൂസ് ചെയ്യണം. ഇതൊക്കെ വളരെ കുറച്ചാണ് യൂസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റി, ജസ്റ്റ് ഒരു ഫ്യൂ ഡ്രോപ്സ് അത്രയേ ഉള്ളൂ ആ ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷ്രിംപ് പേസ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്. ഫിഷ് സോസ് ഓൾസോ വർക്ക്സ്. ഇനി നമ്മൾ ക്യാപ്സിക്കം ഒഴിച്ച് എല്ലാ പച്ചക്കറികളും ഇട്ട് കൊടുക്കുക. എന്നുവെച്ചാൽ ഇത് വേവണം, അങ്ങനെ വെന്തുടയരുത്, ക്രഞ്ചിനെസ് മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷേ ക്യാപ്സിക്കം ഇപ്പം നിങ്ങൾ ഇട്ട് കൊടുക്കണ്ട. എല്ലാം ഇട്ട് കൊടുക്കുക, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ ഈ വെജിറ്റബിൾസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന വാട്ടറോട് കൂടി ചേർത്തിട്ട് അത് ഒന്ന് ലൂസായ മാതിരി നമുക്ക് തോന്നും. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഫൈൻ, നമുക്ക് ഇനിയും വരുന്നുണ്ട്. അതുകൊണ്ട് അത് തിക്കായിക്കോളും. അടച്ചു വയ്ക്കുന്നു. ഒരു 5-10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. 5-10 മിനിറ്റ് വേവിച്ച് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും. ഒന്ന് ഇളക്കി നോക്കുന്ന സമയത്ത് യെസ് ഓഫ് കോഴ്സ് കുറച്ച് വെള്ളം പോലെ നിങ്ങൾക്ക് തോന്നിക്കും, ഒന്ന് നേർത്ത മാതിരി തോന്നിക്കും. ഈ ഒരു സമയത്ത് നമ്മൾ അവിടെ ആക്കി വെച്ചിട്ടുള്ള ഒന്നും കൂടി, അതായത് നമ്മൾ എടുത്ത നമ്മുടെ നാരകത്തിൻ്റെ ഇലയുണ്ടല്ലോ, ആദ്യം അരയ്ക്കാൻ യൂസ് ചെയ്തു, ഇപ്പം നമ്മൾ നാരകത്തിൻ്റെ ഇല ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. ആ തായ് ഗ്രീൻ കറിയുടെ പുളി വരുന്നത് ആ നാരകത്തിൻ്റെ ഇലയിൽ നിന്നാണ്. ഇതിപ്പോൾ നോക്കുന്ന സമയത്ത് ഒന്ന് ലൈറ്റായിട്ട് വെള്ളം പോലെ നിങ്ങൾക്ക് തോന്നിക്കും. ഈ ഒരു തോന്നലിൻ്റെ സമയത്താണ് ആൾക്കാർ വിചാരിക്കുന്നത് അയ്യോ ഇതെന്താണിത്, എൻ്റെ മാത്രം നന്നായി വന്നില്ലല്ലോ എന്നുള്ളത്. നിങ്ങൾ ഈ പ്രോസസ്സിൽ നിർത്തുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് എല്ലാ എന്താണ് പറയുക, നമ്മുടെ എല്ലാ ക്യാപ്സിക്കമും ഇട്ട് കൊടുക്കുക. എല്ലാ ക്യാപ്സിക്കമും ഇട്ട് കൊടുത്ത് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി നിങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതെല്ലാം കൂടിയിട്ടൊന്ന് അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് ആവട്ടെ. ആയിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്യണം. യെസ്, ഇവിടെ കോക്കനട്ട് മിൽക്കിൻ്റെ യൂസേജ് കുറച്ച് കൂടുതൽ തന്നെയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ആ ഒരു ബേസ് വരുന്നതേ അങ്ങനെയാണ്. ഈ ഒരു സമയം അത് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമ്മൾ തായ് റെഡ് ചില്ലി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് മുകളിലേക്ക് നമ്മൾ ഗാർണിഷിന് ഇട്ട് കൊടുക്കുന്ന കാര്യമാണ്. ഇനി അത് നന്നായി തിളയ്ക്കുന്ന സമയത്ത് നമ്മുടെ ലാസ്റ്റ് കോക്കനട്ട് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. ടോട്ടലി നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു 10 പേര് കഴിക്കാൻ പാകത്തിനുള്ളതിന് നമ്മൾ 3 ടിന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത് കോക്കനട്ട് മിൽക്ക് തിക്കായിട്ടുള്ളത്. ഇതും കൂടി ആക്കിയതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നു. എന്നിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചോപ്പ് പച്ചമുളക് അതിൻ്റെ മുകളിലേക്ക് ഇടുന്നു. ബേസിൽ ലീവ്സ് മുകളിലേക്ക് അവിടെ ആയിട്ടുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുന്നതോട് കൂടിയിട്ട് ഇതിനെ നമുക്ക് സെർവിങ് കപ്പാസിറ്റി, നമ്മൾ സെർവിങ് ആയിട്ടുള്ള രീതിയിൽ ആയി എന്നർത്ഥം. നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു ജാസ്മിൻ റൈസും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ തായ് ഗ്രീൻ കറി ഉണ്ടാക്കാവുന്നതാണ്. ഈ ഒരു കളർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ കിട്ടും. ജാസ്മിൻ റൈസ് ഇതാണിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. 4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. 4 ഗ്ലാസ് വലിയ ഗ്ലാസ്സിനാണ് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള നിലയിൽ വെച്ചിട്ട് 2 വിസിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് തായ് ഗ്രീൻ കറിയുടെ കൂടെ കഴിക്കാൻ ജാസ്മിൻ റൈസ് റെഡി. ഇനി എൻ്റെ വീട്ടിൽ തായ് ഗ്രീൻ കറിയുടെ തായ് ഫാൻസ് എന്ന് നോക്കണമെങ്കിൽ എൻ്റെ മക്കളാണ്. അവർക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. സോ അവരുടെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം. ആൻഡ് the Thai fans are here. That replica or even better. Yeah. Where in restaurant you get so many vegetables put. Like 2-3 pieces of chicken, that's it. Yeah. Go Kichu, go and have your favorite. I'm not sure. Sharing അല്ല ഞാൻ തന്നെ തരാ. Sharing is caring. Now share. I think it's fortunate. You can take Kichu. We'll get him to eat some vegetables most likely. Amazing, Mama. Thank you. Good? Yeah. Very nice. Enjoy. Awesome. Thank you.